എൻ്റെ പേര് ജെസ എന്നാണ്. വൈഫ് റോസ്മരിയ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഉടമ്പടി എടുത്തത് ഒക്ടോബർ 17 വൈഫാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ഉടമ്പടി എടുത്ത് അടുത്ത് തന്നെ നെക്സ്റ്റ് ഡേ ഒക്ടോബർ 18 വൈഫിന് പെട്ടെന്ന് സഡനായിട്ടൊരു സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായി. എന്നെ ജോലി സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു. ഭയങ്കരമായിട്ട് വയറുവേദനിക്കുന്നു, എന്ത് ചെയ്യണം? സാധാരണ ഞാൻ വിചാരിച്ചു സാധാ പെയിൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ച് അതെന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുന്തോറും പെയിൻ കൂടി വരെയല്ലാതെ കുറേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജോലി നിർത്തി ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബെഡിൽ കിടന്ന് ഉരുളുകയാണ്. പെയിൻ സഹിക്കാൻ പറ്റാതെ. ഒരു വയസ്സായ ഉണ്ണിയുണ്ട് എനിക്ക്, ഞങ്ങൾക്ക്. ആൾ അവിടെ കളിക്കുന്നുണ്ട്. പക്ഷേ ബെഡിൽ കിടന്ന് ഉരുളുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ എടുത്ത് നമുക്ക് ദുബായിൽ ക്ലിനിക്കിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ അവരൊരു പറഞ്ഞു ഗ്യാസിൻ്റെയാണ്. അങ്ങനെ ഒരു പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തന്ന് ഞങ്ങളെ തിരിച്ചുവിടുകയുണ്ടായി. അങ്ങനെ ആ പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞ് ഒരു 3 മണി 4 മണി പുലർച്ചെയായപ്പോൾ വീണ്ടും ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും സെയിം അവസ്ഥ തന്നെ. ബെഡിൽ കിടന്ന് ഉരുളുന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റണില്ല, നിൽക്കാൻ പറ്റണില്ല. അങ്ങനത്തെ അവസ്ഥകളായിരുന്നു. വീണ്ടും ഞാൻ കാലത്ത് കൊണ്ടുപോയി വീണ്ടും ക്ലിനിക്കിൽ പോയി. അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയാണ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവർ എന്താണോ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താണ് പ്രോബ്ലം എനിക്കറിയുന്നില്ല, ഡോക്ടർ ഒന്നും പറയുന്നില്ല. പറഞ്ഞ് ഡയറക്റ്റ് പോയാൽ മതി ഹോസ്പിറ്റലിൽ, അവർ സ്കാൻ ചെയ്ത് നോക്കും. വീണ്ടും അവരെന്താണോ നോ പറയരുത്, യെസ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓവറി ടോർഷൻ ഓട്ടിസ്റ്റ്, അതാണ് സംഭവം. അത് ആയിട്ട് ആൾക്ക് പെയിൻ സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണെന്ന്. അവിടുന്ന് ഞാൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടെ എമർജൻസി വാർഡിൽ കൊണ്ടുപോയി. അവിടെ ഇങ്ങനെ ബെഡിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വാവേനെ വേറൊരു വീട്ടിലാക്കുകയുണ്ടായി. അവിടെ ആക്കി കഴിഞ്ഞ് ബെഡിൽ കിടന്നിട്ട് പെയിൻ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ മൊബൈലും എല്ലാം എൻ്റെ കയ്യിൽ തന്നു. പെട്ടെന്നാണ് ഞാൻ മൊബൈലിൽ നോക്കിയപ്പോൾ ഇവളുടെ മൊബൈൽ പെട്ടെന്ന് ഓണായി. നോക്കിയപ്പോൾ പ്രൊഫൈൽ പിക്ചർ കൃപാസനം മാതാവിൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഇത് മാത്രമായിരുന്നു. സ്കാനിങ്ങിന് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അവളുടെ സ്കാനിങ് റിപ്പോർട്ട് നോർമലാവുകയും അവളുടെ പെയിൻ ഫുള്ളായി എടുത്ത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് ആ സമയത്ത് ഞാൻ നേരുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. ഇവിടെ നല്ല പെയിൻ എടുത്ത് കരയുന്ന ശബ്ദം എല്ലാം നമുക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ സ്കാനിങ് റൂമിൽ കൊണ്ടുപോയി. അവിടെ നോക്കുമ്പോൾ എന്താ പറയുക, അത്ര വലിയ ശബ്ദത്തിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാധവൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ഇതേ സംഭവം തന്നെ. അത് കഴിഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് പുറത്ത് വന്നിട്ട് ചോദിച്ചു, ഫസ്റ്റ് പോയ ക്ലിനിക്കിൽ അവർ സ്കാൻ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് ഞാൻ കാണിച്ചു കൊടുത്തു മൊബൈലിൽ. പക്ഷേ ഡോക്ടർ പറയുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ കാണാനില്ല എന്ന്. ഞാൻ എന്നിട്ട് വീണ്ടും വേറെ ഡോക്ടർമാരെ വിളിച്ച് വീണ്ടും ആ സ്കാൻ ചെയ്യാൻ വീണ്ടും ചെയ്ത് നോക്കിയപ്പോൾ ഓവറി ടോർഷനോ അതോ ടിസ്റ്റോ ഒന്നുമില്ല. ആൾ സിമ്പിളായിട്ട് അകത്തുനിന്ന് പുറത്തു വരികയാണ് ഉണ്ടായത്. അങ്ങനെ വീൽ ചെയറിൽ വന്ന ഇവള് സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നോർമലായി പുറത്തു വന്നു. യേശുവിനും മാതാവിനും സുസ്തി. ഒവേറിയൻ ടോർഷൻ എന്ന് പറയുന്നത് അതെന്താണെന്ന് ഒന്നുകൂടി ജസ്റ്റ് വിവരിച്ചാൽ നല്ലതായിരിക്കും. ഓവറി ടോർഷൻ എന്ന് പറയുന്നത് ഓവറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ടിസ്റ്റ് ആവുകയാണ്. ടിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗാൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അതുമാതിരി എല്ലാം സ്റ്റോപ്പാവുകയാണ്. സ്റ്റോപ്പാന്ന് വെച്ചാൽ റെഗുലർ ആയിരിക്കില്ല, ഫുള്ളി അബ്നോർമലായിരിക്കും മൊത്തം. അബ്നോർമലായി കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള നമ്മൾ പെട്ടെന്ന് സർജറിയോ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് അത് പോവും. അതാണ് ഓവറി ടോർഷൻ എന്ന് പറയുന്നത്. ഗോപിക എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ താഴെവെട്ടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു.
ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് യാദർശികമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കൃപാസനത്തിലെ ഇതിനെക്കുറിച്ച് സാക്ഷ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. അപ്പം ഞാൻ 1-2 സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു വിശ്വാസത്തിലേക്ക് വരണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ, അതായത് 2022 മാർച്ച് 15-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ലായിരുന്നു വന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പം ഉടമ്പടി എടുക്കാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്ന 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, 12 വർഷമായിട്ട് എനിക്ക് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ SC പ്രൊമോട്ടറായിട്ട് ഞാൻ ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പം സ്ഥിരമായ ഒരു ജോലി അല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നാമത് വെച്ച നിയോഗം എന്ന് വെച്ചാൽ, മാതാവേ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ മാതാവ് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിയോഗം വെച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ദേഷ്യം മാറ്റി എൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം, എൻ്റെ ഹസ്ബൻഡിന് ദേഷ്യം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ 32 വർഷമായിട്ട് ഞങ്ങൾക്ക് കിണറോ ഒന്നുമില്ല. തൊട്ടടുത്ത വീടിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നിയോഗങ്ങൾ 6 നിയോഗങ്ങളും വെച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ നോക്കി ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മാർച്ച് 31-ാം തീയതി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് സർക്കാർ ഉത്തരവ് വന്നു, 18 വയസ്സ് ടു 30 വയസ്സ് അതിനുള്ളിൽ അത് കഴിയുന്ന ആർക്കും ജോലിയിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നു. അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി മാതാവിനോട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, അതേപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ ഉണ്ടായിരുന്ന ജോലിയും പോയി, എനിക്കൊരു നല്ല ജോലി തരണമേ മാതാവേ, മാതാവിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ എന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആ 3 മാസ കാലാവധി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പം അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാക്ഷിയായി തീരണമേ എന്ന് പറഞ്ഞ് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനിയും ഞാൻ ഇവിടെ വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അതിനുള്ള അടയാളം തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ ഇവിടുന്ന് പോയി ആലപ്പുഴ കഴിഞ്ഞില്ല, അതിനിപ്പുറം വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അറിഞ്ഞു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡേറ്റ എൻട്രിക്ക് ആളെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കിട്ടുമോ എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ അപേക്ഷ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇവിടെ പാർട്ടിയുടെ നല്ല പിടിപാടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് മുന്നേ ഉള്ള കുറേ ആൾക്കാർ അവിടെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് റെക്കമെൻഡേഷനൊക്കെ പോയേക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. എന്നിട്ടും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ വണ്ടി ഇരുന്നപ്പോൾ എന്നെ വിളിച്ച ആൾ പറഞ്ഞു, ഗോപികയുടെ പേര് പാർട്ടിയുടെ ഓഫീസിൽ നിന്നൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഗോപിക അത്യാവശ്യമായിട്ടും പിന്നെ ആരെങ്കിലും ചെന്ന് കണ്ടു പറഞ്ഞെങ്കിൽ മാത്രമേ ഗോപിക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തും വരട്ടെ എല്ലാം ഞാൻ മാതാവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരെയും പോയി കാണാനോ എടുക്കാനോ ഒന്നും അധികം നിന്നില്ല. ഞാൻ 1-2 പേരോട് പറഞ്ഞു, അവരെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തന്നില്ല. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റായി ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ പോയ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം അല്ലാതെയാണെങ്കിലും എപ്പോഴും ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ കാശുരൂപം എൻ്റെ കൈ കരുതും. പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രം, അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വയ്യാതെ കിടക്കുന്ന രോഗികളെ പോയി നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ നിങ്ങൾ പത്രം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കിട്ടിയ പത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും കുറേ പേർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് 3 മാസത്തേക്കുള്ള പത്രം ഞാൻ 3 ഇതായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതിനന്ന് ഞാൻ ഈ പത്രം കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പുറത്തൊന്ന് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ജനറൽ വാർഡിൽ കയറി ആ വാർഡിൽ കിടക്കുന്ന അത്രയും പേർക്കും ആ പത്രം വിതരണം ചെയ്ത് അവിടെ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ജോലിയുടെ കാര്യം തടസ്സമില്ലാതെ നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നപ്പം 135 പേരാണ് അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നത്. അപ്പോൾ ആൾ കൂടുതലായത് കാരണത്താൽ അവരവിടെ വെച്ചൊരു എഴുത്തു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ട
കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. കാരണം ഞാൻ PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഈ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. MS ഓഫീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, DC ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എഴുത്തു പരീക്ഷ അറ്റൻഡ് ചെയ്തു. എഴുത്തു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം 135 പേര് പരീക്ഷ എഴുതിയതിൽ 5ാമതായിട്ട് എൻ്റെ പേര് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ടൈപ്പിങ്ങിൻ്റെ പരീക്ഷയുണ്ട്, ആ ടൈപ്പിങ്ങിൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമേ ആളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ടൈപ്പിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് പോയ സമയത്തും ഞാൻ കാശ് രൂപം കൈ കരുതിക്കൊണ്ടാണ് ആ ഹാളിൽ കയറിയത്. കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നു. ആദ്യം ഒരു തടസ്സം നേരിട്ടു, കാരണം ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ മലയാളം വരുന്നില്ല. ISM എടുത്ത് മലയാളം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ അതായത് 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ആ 10 മിനിറ്റ് കൊണ്ട് അവർ തരുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ സിസ്റ്റം മലയാളം വർക്ക് ചെയ്യുന്നില്ല, ISM കാണിക്കുന്നില്ല, മാതാവേ എന്തെങ്കിലും ഒരു അത്ഭുതം നടത്തിയിട്ട് എനിക്ക് പിന്നെ പരീക്ഷയെ പാസ്സാവാൻ കഴിയണേന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു. സിസ്റ്റർ പെട്ടെന്ന് വന്ന് എന്നെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിരുത്തി. അപ്പോൾ തന്നെ ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം ഒരുപാട് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരുന്നതെല്ലാം. പക്ഷേങ്കിൽ അവരവിടുന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു 4:30 ആയപ്പോഴത്തേന് എന്നെ വിളിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ അന്ന് ഇൻ്റർവ്യൂവിന് വന്നിരുന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോപികയെ പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ പോയി നോക്കി, എൻ്റെ പേര് 7ാമതാണ്. ഗോപികയുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ ഓർത്തെന്നാൽ കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പിറ്റേന്നൊരു 4:30 ആയപ്പം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ടിരിക്കുകയാണ്, റാങ്ക് ലിസ്റ്റിൽ 1ാമതാണ് എൻ്റെ പേര് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനോട് സത്യത്തിൽ ഒരുപാട് എനിക്ക് സങ്കടവും വന്നു, വിഷമവും ഒക്കെ വന്നു. കാരണം വിഷമം വന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ നിന്ന് എനിക്ക് അല്പം പ്രതീക്ഷ കൈവിട്ട് പോയിരുന്നു. കാരണം എനിക്ക് കിട്ടത്തില്ല എന്നൊരു പ്രതീക്ഷയായിപ്പോയിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ 1ാമത് എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് മാതാവിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ 4-ാം തീയതി ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി OP-യിലായിരുന്നു. അപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം രാവിലെ സ്കൂളിൽ വിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് അപ്പം 8 വർഷം എനിക്ക് മുമ്പ് 8 വർഷമായവർ അവിടെ ഉണ്ട്. അപ്പം എന്തായാലും അവർക്ക് ഇത് മാറ്റാതൊന്നും എനിക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തിരികത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ OP കൗണ്ടറിൽ ചെല്ലുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് സംസാരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, ഗോപികയ്ക്ക് സ്വാബിൽ അതായത് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാം, കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പോയാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഗോപിക പോകാമോ എന്ന് ചോദിച്ചു. അപ്പം പുതിയതായിട്ട് ചെന്ന ആളായതുകൊണ്ട് ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി അവിടെ പോയാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം എന്നോട് കുഴപ്പമൊന്നുമില്ല, നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന് എൻ്റെ മനസ്സിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു, ദൈവമേ മാറ്റി തരണമേ എന്ന് പറഞ്ഞു. അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട, സൺഡേ സാറ്റർഡേ മറ്റ് ഹോളിഡേ ദിവസം എല്ലാം അവധിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സന്തോഷത്തോടുകൂടി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു സിസ്റ്റർ ജെസ്സി എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, സിസ്റ്ററിനൊപ്പം നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമായിരുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസിന് ചെന്നിട്ട് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് പൈസയുടെ കാര്യം ഒന്നും റെഡി ആയിട്ടില്ല, കുഴൽക്കിണർ അടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയിൽ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് മാതാവ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് മാറ്റി തരണേ. ഉണക്ക് വരുമ്പം 10,000-7,000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം ഇറക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ അടിക്കാനും കൊണ്ട് ഞങ്ങൾ തുടങ്ങി. ആ കുഴൽക്കിണർ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ അവിടെ നല്ല കുന്നും പ്രദേശമാണ്, പാറയാണ്, അതുകൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു 90 അടിയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് കാണും, എന്നാലും താഴോട്ട് വെള്ളമൊന്നും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവർ വരുന്നതിൻ്റെ അന്ന് രാവിലെ ഇവിടുന്ന് തന്ന ഉപ്പ്, നേർച്ച വസ്തുവായ ഉപ്പ് കൊണ്ടുവന്ന് ആ കുഴൽക്കിണർ അടിക്കാൻ സ്ഥാനം കണ്ടെടുത്ത് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കുഴൽക്കിണർ അടിച്ചു. 60 അടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടി.
ഇപ്പോൾ എന്നിട്ട് ഞങ്ങൾ 400 അടി അടിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വെള്ളം കിടക്കുന്ന കാണാം. ഇതുവരെ ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാതെ, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാനിവിടെ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ മാമൻ്റെ മോന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, കൃപാസനത്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ മാതാവിന് ശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് പുറത്തു പോകണം. അവൻ പാസ്പോർട്ട് എടുത്തിട്ട് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അവനവിടെ മൗണ്ട് താബോർ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സ്കൂളിൽ നിന്ന് ജോലി കളയത്തില്ലായിരുന്നു. അവസാനം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു ദിവസം താമസിച്ച് ചെന്നുകൊണ്ട് അവർ പറഞ്ഞു നീ വരണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അവന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് കൈ കിട്ടിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് ജോലിയുടെ കാര്യവും റെഡിയായി. ഇപ്പോൾ ചൊവ്വാഴ്ച അവന് പിന്നെ ഗൾഫിലേക്ക് പോവുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിത്ത കാര്യത്തിൽ എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് പുറകിലോട്ട് പോയി. അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവനെ മുന്നോട്ട് നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ പരീക്ഷയിൽ അവൻ എന്നെ പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു. അവൻ എഴുതിയ വിഷയത്തിനെല്ലാം അവൻ ജയിക്കുകയും ഫുൾ മാർക്ക് 3 വിഷയത്തിന് ഫുൾ മാർക്ക് അവന് കിട്ടുകയും ചെയ്തു. പിന്നെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ എനിക്ക് ഉണ്ടായി. ഇത്രയും നല്ല രീതിയിൽ വിശ്വാസത്തിലേക്ക് വരുവാനും ഈ ഉടമ്പടി കൃത്യമായിട്ട് നടത്തുവാനും മാതാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും മാതാവിനെയും കർത്താവീശോമിശിയെയും മുന്നിൽ നിർത്തി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് കൃത്യമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എപ്രകാരമാണ് പാലിക്കേണ്ടത്, അത് എപ്രകാരമാണ് മരിയൻ ഉടമ്പടിയിലൂടെ ആയിരിക്കേണ്ടതെന്നുള്ള സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉടമ്പടി ബന്ധത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, ഉടമ്പടി ബന്ധത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബന്ധം കർത്താവുമായിട്ട് അല്ലെങ്കിൽ അമ്മയോടൊപ്പം കർത്താവിനെ അറിഞ്ഞ് ആഴപ്പെട്ടിൽ ജീവിക്കുക, കർത്താവിൻ്റെ വചനം അനുസരിക്കുക. അത് കർത്താവ് എല്ലാവർക്കും സ്വന്തമാണ്. ഇന്ന മതസ്ഥനൊന്നും കർത്താവിനെ ഇന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനാവുകയില്ല. ആരൊക്കെ ഏതൊക്കെ മതസ്ഥനാണോ, ഏതൊക്കെ വ്യക്തികളാണോ, ഏതൊക്കെ ജാതിയിൽപ്പെട്ടവനെന്ന് പറയപ്പെടുന്നവനോ, ഏതൊക്കെ മേഖലയിൽ മുദ്രകുത്തപ്പെട്ടവനാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവൻ്റെ അരികിലേക്ക് ഈശോ ഓടിയെത്തും. അപ്പോൾ അപ്രകാരം ഒരു ഹിന്ദു ആയിരുന്നെങ്കിലും ആ ഹിന്ദു എന്ന വ്യക്തികളെക്കാൾ അപരമായിട്ട് ഈ മരിയൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞ് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത നാൾ മുതൽ അന്നു മുതൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ പാലിച്ചപ്പോൾ, പ്രത്യേകിച്ച് പത്രം വിതരണം, അത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ളൊരു ശുശ്രൂഷയാണ്, ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അതിൽ നിയോഗങ്ങളെക്കാൾ അപ്പുറമായി അത് വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ അമ്മയും ഈശോയും അത് മാനിക്കും. ആ മാനിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ചതാണ് 130 പേര് ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തതിൽ ആ 10 പേരിൽ ഒരു ഭാഗമായും 5 പേരിലെ ഭാഗമായി തീരാനും അവസാനം ഒന്നാമത്തെ ആളായി മാറാനും സാധിച്ചത് ഈ അമ്മയുടെയും ഈശോയും കരുതൽ തന്നെയാണ്. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു കരുതലിൻ്റെ ഒരു കരസ്പർശനം പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ആ ഒരു കരസ്പർശനം ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മരിയൻ ഉടമ്പടി ഇത്രമാത്രം അർത്ഥവത്തായിട്ട് അനുഭവിച്ചറിയാനും കർത്താവിനോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം സഞ്ചരിച്ച് മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് മുമ്പിൽ പോലും വെല്ലുവിളികൾ മുതിരുമ്പോൾ അമ്മയുടെ ശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തി പറയുമ്പോഴും മാമൻ്റെ മകൻ പറയുമ്പോഴും ആ ചലഞ്ച് ഏറ്റെടുത്തത് അമ്മയ്ക്ക് കൊടുത്ത് ആ മകൻ പോലും പ്രതീക്ഷിക്കാനാവാത്തതും അതിവേഗം കാര്യങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞും അമ്മയോട് പരിശുദ്ധ അമ്മയോട് അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെയാണ് അമ്മയോട് പറഞ്ഞത്. അമ്മ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമില്ല, എനിക്കത് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം അങ്ങോട്ട് പോയി പറയേണ്ട ആവശ്യം വന്നില്ല. ഇങ്ങോട്ട് അവർ പറയുന്നു നീ എന്നെ കോവിഡിൻ്റെ വാർഡിലേക്ക് പോകാമോ എന്ന് ചോദിക്കുന്നൊരനുഭവം. അതേപോലെ തന്നെ ഈ മകൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മാമൻ്റെ മകൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്മയോട് പറഞ്ഞപ്പോൾ ആ മകൻ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു തരത്തിൽ ആവശ്യപ്പെട്ടും മാറാൻ പറ്റാത്തത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പിന്നെ കഴിയുന്നത് അവന് ഇങ്ങോട്ട് തന്നെ അവന് താമസിച്ചു പോയതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പിന്നീട്
അവിടുന്ന് പിന്നീട് പടപടാന്നാണ്, വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മരിയനുടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്, പ്രേക്ഷിത പ്രാർത്ഥനയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് മരിയനുടമ്പടിയുടെ പ്രാർത്ഥനയുടെ അതിവേഗം കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ അപ്രകാരം ഈ അതിവേഗം കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞതിന്, അതിന് പരിശുദ്ധമേ ഈശോയും ഇടയാക്കിയതിന് ഈ കുടുംബത്തോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം.